ആ പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് ഫുളൈൽ അതിക്രമിച്ചു കയറുകയാണ്. വാതില് ചവിട്ടി തുറന്ന് വീടിന്റെ അകത്ത് കയറിയിട്ട് പെണ്ണിനോട് തന്റെ ആഗ്രഹം പറഞ്ഞു. ആരുമില്ല, ആരും കാണില്ല. അവസാനം സമ്മതിക്കാതെ വന്നപ്പോ ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആരോഗ്യവാനായ ഫുളൈൽ ആ പെണ്ണിനെ കീഴ്പ്പെടുത്തി ആ പെണ്ണിന്റെ രണ്ട് തുടകൾക്കിടയിൽ കാലിന്റെ ചുവട്ടിൽ വ്യഭിചരിക്കാനുള്ള തയ്യാറെടുപ്പോട് ഫുളൈൽ പോയിരിക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നൊരു ഖുർആൻ ഓതുകയാ. ഒരു വീടിന്റെ അകത്ത് നിന്ന് ഖുർആനിന്റെ ഒരായത്ത് ഇങ്ങനെ കേൾക്കുകയാ. അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അതുവരെ എന്നെ ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ബഹളം വെച്ച പെണ്ണുണ്ടല്ലോ. ഈ ആയത്ത് കേട്ട് കഴിഞ്ഞപ്പോ ഫുളൈലിന്റെ മുഖത്ത് ഇങ്ങനെ സങ്കടത്തോടെ നോക്കുകയാ. പെണ്ണാ ഫുളൈലിന്റെ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കുകയാ. പെണ്ണ് കരയുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. ഫുളൈലിന് അത്ഭുതമായി. എന്തേ നിലവിളിക്കാത്തത്, എന്തേ എന്നെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു നീ കടന്നു ബഹളം വെക്കാത്തത്? ഫുളൈലിനോട് ആ പെണ്ണ് ചോദിക്കുന്നു. ഫുളൈലേ, അല്ല ചോദിക്കുന്നത് കേട്ടില്ലേടാ ഫുളൈലേ? അല്ല ചോദിച്ചത് കേട്ടില്ലേ ഫുളൈലേ? അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേ? ഇതുപോലെ എത്ര പെണ്ണുങ്ങളെ ചെയ്തതാ, എത്ര ആസ്വദിച്ചടാ ഫുളൈലേ? നീ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്തില്ലേ ഫുളൈലേ? നന്നാകാൻ തോന്നുന്നില്ലേടാ? ആ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ ഫുളൈൽ ഇബ്നു പൊട്ടിക്കരഞ്ഞു കൊണ്ടിറങ്ങിപ്പോയെന്ന് ചരിത്രം പറയുമ്പോ ഈ വേദ കേൾക്കാമെന്നവരോട് ചോദിക്കട്ടെ, നിന്റെ വീടിന്റെ അകത്ത് പ്രായം ചെന്ന 50ഉം 60ഉം വയസ്സുള്ള വാപ്പയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ 60 വയസ്സുള്ള വാപ്പ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വീടി പോലും വലിച്ചിട്ടില്ല. നിന്റെ വാപ്പ ഒരു മുറുക്കാൻ പോലും മുറുക്കാറില്ല. കാരണം അതിന് ലഹരിയുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യാത്ത മനുഷ്യന്റെ മകനായ നീയ് കഞ്ചാവ് വലിച്ചില്ലേ, മയക്കുമരുന്ന് ഉപയോഗിച്ചില്ലേ, എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്തില്ലേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 50 വയസ്സുകാരിയായ ഉമ്മ വീട്ടിലുണ്ടല്ലോ. ആ ഉമ്മായിക്കും വികാരവും വിചാരവും മോഹങ്ങളും ആഗ്രഹങ്ങളും